ഓക്കെ, നമ്മളപ്പോ സബ്ട്രാക്ഷൻ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ അല്ലേ? ഓക്കെ, നമ്മൾ സബ്ട്രാക്ഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. സബ്ട്രാക്ട് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതില് അഡീഷൻ ഫാക്ടും മനസ്സിലായി, സബ്ട്രാക്ഷൻ ഫാക്ടും മനസ്സിലായി ഇല്ലേ? യെസ്. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? നമുക്ക് എപ്പോഴും ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന ഒരു പ്രോസസ്സാണ് സബ്ട്രാക്ഷൻ. എപ്പോഴും നമുക്ക് ഒരു 80% റോങ് ആൻസർ കിട്ടുന്നതാണ് സബ്ട്രാക്ഷൻ അല്ലേ? നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവുമല്ലോ, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. അഡീഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ടും ഉണ്ടാവില്ല, അഡീഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുമെന്ന് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ വരുന്ന ടൈമിൽ എങ്ങനെയാ നമ്മൾ ഈ സബ്ട്രാക്ഷൻ ചെയ്തത് കിട്ടിയ ഡിഫറൻസ് ശരിയാണോ നോക്കുന്നേ? നിങ്ങൾക്കറിയോ എങ്ങനെയാ നോക്കാന്ന്, എങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ? നോ. നിങ്ങൾക്കിപ്പോ ഞാൻ ഒരു 2 നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നോട് ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് തന്നെ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യും? അറിയാം എങ്ങനെ ചെയ്യാന്ന്? എല്ലാരും പേജ് നമ്പർ 103 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 103 103 എടുത്തോ? അതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കണ്ടോ? 67 minus 42. 67 minus 42. All of you listen. ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റിലെ എക്സാമ്പിൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ നോക്കണേ, ഫോണിലേക്ക് നോക്കിയിരിക്കണ്ട കേട്ടോ. പറയുന്ന കേട്ടിട്ട് ടെക്സ്റ്റ് തന്നെ നോക്കിയിരിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ എക്സാമ്പിൾ 67 minus 42 എത്രയാ അതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്? 25 അല്ലേ? 25 എന്നുള്ള ഡിഫറൻസ് നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? തൊട്ടടുത്ത് ചെക്ക് എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ടോ? 25 plus 42 67. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനോട് കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ ആഡ് ചെയ്താൽ ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് ആ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എല്ലാവരും ഫോണിൽ സ്ക്രീനിലേക്ക് നോക്കിക്കോ. അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എത്രയാ? 67 minus 42. 67 minus 42. ആൻസർ 7 നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. ദെൻ 6 നിന്ന് 4 മൈനസ് ചെയ്താൽ മുഹമ്മദ് ഷഹസാദ്, അനീറ്റ ഫിലിപ്പ്, ഡോണ്ട് ടച്ച് യുവർ ഫോൺ. Just listen to me. Okay. 6 നിന്ന് 4 minus ചെയ്താൽ we get 2. Then the difference of 67 and 42 is 25. 67 42 മൈനസ് ചെയ്ത് ഡിഫറൻസ് നമുക്ക് 25 എന്ന് കിട്ടി. ഈ 25 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആൻസർ ഇല്ലേ, ഡിഫറൻസ്, ഈ ഡിഫറൻസിനോട് കൂടി തൊട്ട് മുകളിൽ നമ്മൾ ഏത് നമ്പർ ആണോ മൈനസ് ചെയ്തത് ആ നമ്പർ, മിൻഹാജ്, what are you doing there? തൊട്ട് മുകളിലുള്ള ഈ നമ്പർ നമ്മൾ
ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നത് ആ നമ്പർ ആഡ് ചെയ്താൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ആൻസർ ഏറ്റവും വലിയ നമ്പർ, നമ്മൾ ഏത് നമ്പറിൽ നിന്നാണോ മൈനസ് ചെയ്യുന്നത് ആ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് 25. 25നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? എന്ത് ആഡ് ചെയ്യണം? തൊട്ട് മുകളിലുള്ള നമ്പർ, നമ്മൾ ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നത് ആ നമ്പർ 42. 42 ആഡ് ചെയ്ത് നോക്കിയേ. 25നോട് 42 ആഡ് ചെയ്താൽ 5 + 2 7, 2 + 4 6. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 67 തന്നെയല്ലേ ഇവിടെയുള്ള ഈ 67 അല്ലേ? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് the difference is correct. എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. 67 - 42 is 25. 67 - 42 is 25 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിച്ച 25 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ 25നോട് തൊട്ട് മുകളിലുള്ള നമ്പർ 42 ആഡ് ചെയ്യാം. കൂട്ടി നോക്കുക. 25ഉം 42ഉം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഈ ഏറ്റവും മുകളിലുള്ള ഈ 67 ഈ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ലിസൺ. ആൻസർ -28 - 25. Kurian Joseph, don't touch your phone. Just listen to me. 98 - 25. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ചു നോക്കാം. 8 - 5 എത്ര? 8 - 5. 8ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാ? ഒന്ന് പറഞ്ഞ എല്ലാവരും ഫിംഗറിൽ കാണിച്ചു തന്നെ എത്രയാന്ന്. 8 - 5 എത്രയാ? ഫിംഗറിൽ കാണിച്ചു തന്നെ 3. ഓക്കെ, 8 - 5 is 3. Then 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാ? 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാ? 7. ഓക്കെ, 7. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന 73 കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കിട്ടിയിരിക്കുന്ന 73 കറക്റ്റ് ആൻസർ ആണോ ചെക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യാം? 73ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ദിസ് 25. അതായത് നമ്മൾ ഏത് നമ്പർ ആണോ മൈനസ് ചെയ്യുന്നത് ആ 25 73ന്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3 + 5 8, 7 + 2 9. ഇവിടെ 98 ഉണ്ട്, കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ 98 തന്നെയാണ് നമ്മൾ ആദ്യം മൈനസ് ചെയ്യാനെടുത്ത നമ്പർ അല്ലേ? 98 തന്നെ നമുക്ക് കിട്ടിയേ. സോ ദ ഡിഫറൻസ് ഈസ് കറക്റ്റ്. മനസ്സിലായോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന്? മനസ്സിലായോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള ഒരു എക്സസൈസ് കണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിന് തൊട്ട് താഴെ എക്സസൈസ് 3.7 കണ്ടോ? അതിൽ ആ ഫസ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ 77 - 24. 77 - 24. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. 77 - 24 എത്രയാന്ന്?
എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഓക്കെ ഓക്കെ, കണ്ടുപിടിച്ചു. 77 മൈനസ് 24. കിട്ടിയോ എത്രയാന്ന്? 7 നിന്ന് 4 മൈനസ് ചെയ്താല് 7 നിന്ന് 4 മൈനസ് ചെയ്താല് എത്രയാ? 7 മൈനസ് 4 3. ദെൻ 7 നിന്ന് 2 മൈനസ് ചെയ്താൽ 5 അല്ലേ? അപ്പൊ 77 ന് 24 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 53. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന 53 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? ദാ ആരോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? 53 പ്ലസ് തൊട്ടുമുകളിലുള്ള 24. 24 ആഡ് ചെയ്ത് നോക്കിയേ. 53 പ്ലസ് 24. 3 പ്ലസ് 4 7. Then 5 plus 2 7. Plus 4 7. 5 plus 2 7. Okay, 77 കിട്ടിയില്ലേ? നമ്മൾ 77 നല്ലേ 24 മൈനസ് ചെയ്ത് 53 കിട്ടിയത്. അപ്പൊ നമുക്ക് 53 കിട്ടിയത് കറക്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന സബ്ട്രാക്ഷൻ, അതായത് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടിയ ഡിഫറൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് റിവേഴ്സ് ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനോട് കൂടി അതിന് തൊട്ട് മേലെയുള്ള നമ്പർ ആഡ് ചെയ്താൽ ഏറ്റവും മുകളിലുള്ള നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. 67 മൈനസ് 23. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തു തരാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുവോ? ടെക്സ്റ്റില് ആൻസർ എഴുതുവോ? ചെയ്തു തരാം മിസ്. നിങ്ങൾ മിസ്സിന്റെ കൂടെ തന്നെ ടെക്സ്റ്റിൽ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ എഴുതുന്ന കൂടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, അതിൽ എക്സ്ട്രാ ഒന്നും എഴുതണ്ട. 67 മൈനസ് 23. 7 3 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 7 3 മൈനസ് ചെയ്താൽ 4 കിട്ടും. 6 നിന്ന് 2 മൈനസ് ചെയ്താലും 4 കിട്ടും അല്ലേ? 44 കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന 44 ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? 44നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? ഈ 23 ആഡ് ചെയ്യാം. 4 പ്ലസ് 3 7. 4 പ്ലസ് 2 6. 67 കിട്ടിയല്ലോ. ഈ 67 തന്നെയല്ലേ ഇവിടെയുള്ള 67? അപ്പോ ഈ 44 എന്ന് പറയുന്നത് ആൻസർ കറക്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ. 54 മൈനസ് 31. 54 മൈനസ് 31. 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2. നമുക്ക് 23 കിട്ടി. ഇനി ഇത് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? 23ന്റെ കൂടെ 23നോട് 31 ആഡ് ചെയ്യാം. എഴുതുന്നുണ്ടോ എല്ലാവരും മിസ്സിന്റെ കൂടെ?
മിസ് എഴുതുമ്പോൾ തന്നെ ടെക്സ്റ്റിൽ എഴുതി വെച്ചോ കേട്ടോ. 23നോട് 31 ആഡ് ചെയ്യുമ്പോൾ 54. ഈ 54 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇത് ആഡ് ചെയ്താൽ 3 + 1 4, 2 + 3 5. അപ്പൊ നമുക്ക് ഈ 54 ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടി 23 is correct. Then next one, 89 minus 25. 89 minus 25. 89 minus 25. 9 5 minus ചെയ്താൽ 9 minus 5 4. 8 minus 2, 8 നിന്ന് 2 minus ചെയ്താൽ we get 6. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 64 കിട്ടി. ഇനി 64 കിട്ടിയ ഡിഫറൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 64നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? 64നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? ദാ ഈ 25 ആഡ് ചെയ്യാം. 5 + 4 9. 5നോട് 4 ആഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 6നോട് 2 ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 89 കിട്ടിയത് ഇവിടെയുള്ള ഈ 89 തന്നെയല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 64 is correct answer. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 എണ്ണം ഇപ്പൊ ഞാൻ ചെയ്തു തന്നില്ലേ? ബാക്കിയുള്ള 2 എണ്ണം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കിയേ. ബാക്കി 5-മത്തതും 6-മത്തതും ഒന്ന് ചെയ്തു നോക്കിയേ. ഇനി 7-മത്തെയും 8-മത്തെയും 9-മത്തെയും കൂടി ഒന്ന് ചെയ്തു നോക്കിയേ. എന്താ എറിക്ക് എന്താ പറയാനുള്ളത്? ടീച്ചറെ അതിനു മുമ്പേ ടീച്ചർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു. ആഹാ, നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ? ബാക്കി എല്ലാരും ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് ആൻസർ പറഞ്ഞുതരാം. ചെയ്തു കഴിഞ്ഞു എല്ലാരും? ആൻസർ പറയട്ടെ. 99 minus 35 is 64. 64. ചെക്ക് ചെയ്ത് നോക്കിയോ ശരിയാണോന്ന്? ഓക്കെ, 97 minus 35 81. ആൻസർ 62 ആണോ? ഓക്കെ, ലാസ്റ്റ് വൺ 69 minus 27 42. കിട്ടിയില്ലേ? ചെക്ക് ചെയ്ത് നോക്കിയില്ലേ ശരിയാണോ? റിവേഴ്സ് ആഡ് ചെയ്ത് നോക്കിയില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ശരിയാണോ എന്ന് ഈ ഒരു മെത്തേഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലംസും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് തീരും. ആ പ്രോബ്ലംസ് ക്ലാസ്സിൽ ചെയ്യണോ ഹോംവർക്ക് ആയിട്ട് വേണോ? എങ്ങനെയാ വേണ്ടേ? ക്ലാസ്സിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നവരൊന്ന് കൈവന്നിച്ചേ. എല്ലാരും കൈവന്നിക്കുക എനിക്കറിയാം. ടെക്സ്റ്റിൽ നിങ്ങളുടെ അടുത്ത പേജ് എടുത്ത് എക്സസൈസ് 3.8 എടുത്ത് നോക്കിയാൽ കുറേ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് അവിടെ. അതൊക്കെ ക്ലാസ് ടൈമിൽ ചെയ്താൽ മതി എന്ന് പറയുന്നവർ കൈവന്നിച്ചേ. ഓക്കെ, ഭൂരിഭാഗം ആൾക്കാരും ക്ലാസ് ടൈമിൽ ചെയ്താൽ മതി എന്നേ പറയൂ. എന്നാ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഒരു 2 ക്ലാസ്സിലായിട്ട് ആ പ്രോബ്ലംസ് എല്ലാം തീർക്കാം.
അടുത്ത ക്ലാസ്സും അതിന് തൊട്ടടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന് ടൈം തീരാറായി. സബ്ട്രാക്ഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോ വേറെന്താ എന്ന് പറയാനല്ലേ? വേറൊന്നുമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ പ്രോബ്ലംസ് എല്ലാം ചെയ്തു നോക്കാം. ഒരു എക്സാം വെക്കണം അല്ലേ നിങ്ങൾക്ക്? വെക്കണ്ടേ? അഡീഷന്റെ സബ്ട്രാക്ഷന്റെ ഒരു എക്സാം. അയ്യോ നോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എക്സാം വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ ഒരു ദിവസം എക്സാം വെക്കാം കേട്ടോ. ഓക്കെ, ടേമിനൽ എക്സാമിന് മുമ്പേ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ചെറിയൊരു എക്സാം, ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പൊ എല്ലാരും എക്സാമിന് തലേന്ന് പഠിക്കാൻ നിൽക്കാതെ അതുവരെയുള്ളതൊക്കെ പഠിച്ചു വെക്ക. സർപ്രൈസ് ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. ഈ ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയില്ല എന്നാ എക്സാം വെക്കുന്നതെന്ന്. ഒരു ദിവസം ഇതേപോലെ ക്ലാസ് ടൈമിൽ നമുക്ക് എക്സാം വെക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും പഠിച്ചു വെക്ക കേട്ടോ. എന്താ ഷിഫാന? കൈപൊക്കിട്ടേ ആ ഓക്കെ എന്നാ. അപ്പൊ എന്നെ പറഞ്ഞു വിടാൻ തിരക്കായല്ലേ ബൈ പറഞ്ഞിട്ട്? ഓക്കെ എന്നാ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ട, അടുത്ത ക്ലാസ് കൊണ്ട് ചാപ്റ്റർ തീർക്കാം. ബൈ.